രാജ്യം ഗാന്ധി ഘാതകരുടെ കയ്യിലെന്ന സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഗവർണർമാർ സംഘപരിവാർ താൽപര്യം സംരക്ഷിക്കുന്നവരായി മാറി. ബിജെപിയുടെ വളർച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഗൗരവമായ പ്രതിഭാസമെന്നും കോൺഗ്രസ് ഇത് ഗൗരവമായി കാണുന്നുണ്ടോ എന്ന് സംശയമുണ്ടെന്നും എം.എ. ബേബി പറഞ്ഞു. അസിത, നമ്മുടെ രാജ്യം നേരിടുന്ന വലിയ വെല്ലുവിളികൾ അത് ഓരോ വാക്കിലും ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എം.എ. ബേബിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രതികരണം. ഏറ്റവും പ്രധാനപ്പെട്ടത് വർഗീയത അത് ഏതർത്ഥത്തിൽ വെളിവാകുന്നു എന്ന കാര്യമാണ്. രാജ്യത്ത് ഗവർണർമാരെ മുൻനിർത്തി BJP ഇതര സർക്കാരുകളെ അട്ടിമറിക്കാനുള്ള ശ്രമം തുടർച്ചയായി നടത്തുന്നു. അതിൽ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിട്ടുള്ള നിർണായക വിധി കൂടി സമകാലിക പ്രസക്തമാണ് എന്ന് എം.എ. ബേബി ചൂണ്ടിക്കാട്ടി. മാത്രമല്ല, ഗാന്ധിജിയെ വധിച്ച RSSും സംഘപരിവാർ തന്നെ രാജ്യത്തിൻ്റെയും ഭരണം കൈയാളുന്നു എന്ന ഗൗരവതരമായ അന്തരീക്ഷമാണ്. BJPയുടെ രാഷ്ട്രീയ അധികാരത്തിലുള്ള മുന്നേറ്റം അത് ഗൗരവതരമായൊരു പ്രതിഭാസമാണ്. അത് CPIM അതിൻ്റെ ഗൗരവത്തിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അത് കോൺഗ്രസ് ആ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്നും എം.എ. ബേബി ചൂണ്ടിക്കാട്ടി. ഓരോ കാര്യത്തിലും BJP എടുക്കുന്ന നിലപാട് ഒരു നിയമത്തെയും അനുസരിക്കാതെ BJP മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ. കേരളം ഗവർണർമാരുടെ കാര്യത്തിൽ നേരത്തെ ഉന്നയിച്ച കാര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാകുന്നത്. ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ തന്നെ സമഗ്രമായ പ്രതികരണമാണ് എം.എ. ബേബി ഇന്ന് നടത്തിയ മുഖാമുഖം പരിപാടിയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമായി വന്നത്. സംഘപരിവാറിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്നവരെ പോലെയാണ് പല ഗവർണർമാരും കുറച്ചു കാലമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിന് ശേഷം വിശേഷിച്ചു. അപ്പോഴാണ് ദുർഗന്ധമലീമസമായ അന്തരീക്ഷത്തിൽ ശുദ്ധവായുവിന്റെ ഒരു ചെറിയ പ്രവാഹം കടന്നു വരുന്നത് പോലെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ തമിഴ്നാട് ഗവർണർ തമിഴ്നാട് നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞു വെക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് ഗവർണർ ഇങ്ങനെ പെരുമാറുന്നത് എന്നുള്ള ചോദ്യം സുപ്രീം കോടതി ഉന്നയിച്ചിരിക്കുന്നു. മഹാത്മാഗാന്ധിയുടെ ജീവൻ കവർന്നവരുടെ കൂട്ടാളികൾക്ക്, അവരുമായി ബന്ധപ്പെട്ടവർക്ക് തുടർച്ചയായി 3 തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ച് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ, ഒരു വർഷം മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 3/2 ഭൂരിപക്ഷം നേടി ഇന്ത്യൻ ഭരണഘടനയെ തന്നെ തങ്ങൾ ഇച്ഛിക്കുന്ന വിധത്തിൽ മാറ്റണം എന്നാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. അത് പരാജയപ്പെടുത്താൻ ഇന്ത്യ ബ്ലോക്കിന്റെ ഇടപെടൽ കൊണ്ടാണ് കഴിഞ്ഞത്. അപ്പം ഇത് ഇന്ത്യൻ സമൂഹത്തിലെ വലിയൊരു വെല്ലുവിളിയാണ്. ഒപ്പം തന്നെ CPM-ന്റെ പുതിയ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബി വന്ന മുതൽ ചില മാധ്യമങ്ങൾ ബോധപൂർവം ചില തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. അത് മാധ്യമങ്ങൾ തന്നെ അത് ചോദ്യമായി അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹത്തോട് ചോദിച്ചു, പുതിയൊരു രാഷ്ട്രീയ കേന്ദ്രമായി ബേബി മാറുകയാണോ എന്നതാണ് അദ്ദേഹത്തിനോട് ചോദിച്ചത്. അതിന് അദ്ദേഹം വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്തു. പാർട്ടി എന്ന് പറയുന്നത് എല്ലാവരും ചേർന്ന 10 ലക്ഷം അംഗങ്ങളുള്ളതാണ് ഈ പാർട്ടി. ആ അംഗങ്ങളെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു പാർട്ടിയാണ്. പാർട്ടിയിൽ ഏത് പദവി വഹിക്കുന്നു, അവരിൽ ആരാണ് ഉന്നതർ, ആരാണ് അതിന് താഴെയുള്ളവർ എന്നതല്ല CPM-നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഭരണഘടനയും പ്രവർത്തന ശൈലി എന്ന കാര്യം അദ്ദേഹം ഉദാഹരണ സഹിതം വ്യക്തമാക്കിയാണ് ഇതിന് മറുപടി നൽകിയത്. കേരളത്തിന്റെ ക്യാപ്റ്റൻ ആണ് പിണറായി വിജയൻ എന്ന തരത്തിലുള്ള പരാമർശം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്ന് പൊതുവിൽ സ്വീകരിക്കപ്പെട്ടു. അപ്പൊ ഇപ്പം മധുരയിൽ വെച്ച് പാർട്ടി കോൺഗ്രസ് ജനറൽ സെക്രട്ടറി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു പത്രത്തിന് തോന്നിയ പറ്റിയ സമയമാണ് കാഴ്ച. എന്ത് ചെയ്തു? എൻ്റെ പേരിൻ്റെ കൂടെ ഈ വിശേഷണം അങ്ങ് ചേർത്തു. എനിക്കറിഞ്ഞൂടാ, ഞാൻ എല്ലാം കണ്ടില്ല, ഈ പത്രങ്ങൾ പലതും എനിക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇതെല്ലാം വളരെ കൃത്യമായ ചില ലക്ഷ്യങ്ങളോട് കൂടിയിട്ടുള്ള പത്രവിരുദ്ധന്മാരുടെ ചില ചാതുരിയാണ്. അതാകാം. പക്ഷേ സഖാവ് പിണറായി വിജയൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഇന്നത്തെ ഏറ്റവും തലമുതിർന്ന നേതാവാണ്. PB-യിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്നയാൾ പിണറായി വിജയനാണ്. പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത കൊണ്ടും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഊന്നിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ ഏറെ ശ്രദ്ധേയമാകുന്നത് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും അത് CPM-ന്റെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് സംഘപരിവാർ BJP ഭരണത്തെ കേന്ദ്രത്തിൽ നിന്ന് പുറത്താക്കുക എന്നതാണ്. അതിനനുസരിച്ചുള്ള തന്ത്രമാണ് ഗൗരവത്തോടുകൂടി CPM മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ സഹകരിക്കേണ്ട, അതിൽ തുല്യമായ ഉത്തരവാദിത്വം, ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്കുണ്ട്. അതിൻ്റെ ഗൗരവം കോൺഗ്രസ് മനസ്സിലാക്കുന്നുണ്ടോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതെല്ലാം
ഏതെല്ലാം ഘട്ടത്തിൽ ഏതെല്ലാം തലത്തിൽ കോൺഗ്രസുമായി സഖ്യം ചേരേണ്ടി വന്നാലും അതിന് CPM സന്നദ്ധമാണ്. അത് കാരണം മുഖ്യ ശത്രുവായിട്ടുള്ള വർഗീയ പ്രസ്ഥാനത്തെ രാജ്യത്ത് ചെറുത്തു നിർത്തുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് CPM ഏറ്റെടുക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം മുഖാമുഖം പരിപാടി അവസാനിപ്പിച്ചത്. അസിത. ശരി, നൃപൻ ചക്രവർത്തിയാണ് വിവരങ്ങൾ നൽകിയത്.